ഭൂമിയെ പോലെ സാദൃശ്യമുള്ള 20 ബില്യൺ പ്ലാനറ്റുകളാണ് നമ്മുടെ മിൽക്കി വേ എന്ന ഗാലക്സിയിലുള്ളത്. അതായത് 2000 കോടി പ്ലാനറ്റുകൾ. കെപ്ലർ മിഷന്റെ ഡാറ്റകൾ ജനറേറ്റ് ചെയ്തിട്ടാണ് സയന്റിസ്റ്റുകൾ ഈ നിഗമനത്തിലെത്തിയത്. ഇത് ജസ്റ്റ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ കാര്യം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന യൂണിവേഴ്സിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപക്ഷെ ജീവൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ വളരെ സർവ്വസാധാരണമായ ഒരു കാര്യമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നത് പോലെ നമുക്ക് ചുറ്റും അനേകം പ്ലാനറ്റുകളിൽ ഈ പ്രപഞ്ചത്തിൽ ജീവനുകൾ ഉണ്ടാവാം എന്നുള്ളത് എത്ര അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പലരും പറയുന്ന കാര്യമാണ് ഈ പറയുന്ന കാര്യത്തിന് തെളിവ് എവിടെയെന്ന്. അതിന് തെളിവുണ്ട്. ആ തെളിവ് നമ്മൾ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അത്രമാത്രം ചെറുതാണ്. ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അത്രയും ദൂരത്തിലാണ് ഓരോ നക്ഷത്രങ്ങളും ഉള്ളത്. നമുക്കിവിടെ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ ഒരു ദിവസം നമുക്കിതിനൊക്കെ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ലക്കിയാണ്. നിങ്ങൾക്ക് വിശാലമായൊരു ഹൃദയമാണുള്ളത്. മനുഷ്യനുണ്ടാക്കിയ മതകഥകളിൽ വിശ്വസിച്ച് മുങ്ങിപ്പോവാതെ വിശാലമായി യുക്തിപരമായി ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. വോയേജർ 1 അതുപോലെ വോയേജർ 2 ഇവ രണ്ടും വിക്ഷേപിച്ച സമയത്ത് ശാസ്ത്രജ്ഞന്മാർ അതിൻ്റെ കൂടെ ഒരു ഗോൾഡൻ റെക്കോർഡ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിലെന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു അറിയോ നിങ്ങൾക്ക്? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മളെപ്പോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഏലിയൻ സമൂഹത്തിലേക്ക് ഈ വോയേജർ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് അയച്ചതാണ്, അവരുപയോഗിക്കുന്ന ടെക്നോളജി എന്താണ്, അവിടുത്തെ ജീവിത സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഡാറ്റകൾ അടങ്ങിയിട്ടുള്ള ഒരു അനലോഗ് ഡിസ്ക്കാണ് ഈ ഗോൾഡൻ റെക്കോർഡ് എന്ന് പറയുന്നത്. വ്യത്യസ്തമായ ഭൂമിയിൽ നിന്നെടുത്ത 115 ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു. അതുപോലെ പ്രകൃതിയിലെ വിവിധതരം ശബ്ദങ്ങൾ, ലോകത്തിലെ 55 ഭാഷകളിൽ നിന്നുള്ള ഗ്രീറ്റിംഗ്സുകൾ. ഇതിനെല്ലാം അപ്പുറം ഈ വോയേജർ ഏത് സ്റ്റാർ സിസ്റ്റത്തിൽ നിന്നാണ് വരുന്നത് എന്നറിയാൻ, അതായത് ഭൂമിയിലേക്ക് വരാനുള്ള മാപ്പ് അതിൽ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യൻ്റെ ചുറ്റുമുള്ള ന്യൂട്രോൺ സ്റ്റാറുകളുണ്ട്. ഈ ന്യൂട്രോൺ സ്റ്റാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള റേഡിയേഷൻസ് പുറത്തുവിടുന്നതാണ്. അതായത് അതിൻ്റെ പൾസേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് തൊട്ടടുത്തുള്ള ന്യൂട്രോൺ സ്റ്റാറിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സൂര്യൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ കുറേയധികം ഡാറ്റകൾ ആ ഡിസ്കിനകത്തുണ്ട്. എന്തെങ്കിലും ഒരിക്കലും ഏതെങ്കിലും ഒരു ഏലിയൻ്റെ കയ്യിൽ ഈ ഗോൾഡൻ റെക്കോർഡ് കിട്ടുകയാണെങ്കിൽ അവർക്കത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ഇത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമുള്ള ഉപകരണം അതിൻ്റെ കൂടെ തന്നെ അയച്ചിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇങ്ങനെ പറയുമായിരിക്കും, നമുക്ക് അന്യഗ്രഹ ജീവികളിൽ നിന്ന് ആദ്യമായിട്ടൊരു കോണ്ടാക്ട് ലഭിച്ചു എന്ന്. ഏലിയൻസ് ഉണ്ട്. ഇത്രയും വലിയ യൂണിവേഴ്സിൽ ഏലിയൻസ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. എന്തെങ്കിലും ഒരിക്കൽ ഏലിയൻസിനെ നമ്മളാണ് കണ്ടെത്തുന്നതെങ്കിൽ അത് നമുക്ക് വളരെ നല്ലതാണ്. മറിച്ച് ഏലിയൻസ് നമ്മളെയാണ് കണ്ടെത്തുന്നതെങ്കിൽ അതത്ര നല്ലതല്ല. എങ്ങനെയാണെന്ന് പറയാം. മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമുണ്ട്. ഈ ഭൂമി നമ്മുടെയാണെന്നുള്ളൊരു തോന്നൽ. ഈ ഭൂമിയിലുള്ള ജീവികളെല്ലാം നമ്മൾ തന്നെ ഡോമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മനുഷ്യൻ ഈ ഭൂമിയെ ഉപയോഗിച്ച് ഈ ഭൂമി ഇപ്പോൾ ഏകദേശം വാസയോഗ്യമല്ലാതായി കഴിഞ്ഞു. അതുകൊണ്ട് അവൻ വാസയോഗ്യമായ മറ്റു പ്ലാനറ്റുകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അത് അവതാർ സിനിമയിൽ തന്നെയുണ്ട്. അങ്ങനെ അവൻ വാസയോഗ്യമായ മറ്റൊരു പ്ലാനറ്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ പ്ലാനറ്റിലുള്ള ജീവികളെ അവൻ ഡോമിനേറ്റ് ചെയ്തിരിക്കും. ഏലിയൻസ് എന്ന് പറയുന്നത് എന്തുമാവാം. ഒരു ബാക്ടീരിയ ലെവലിലാവാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ജീവികളായിരിക്കാം. ഇനി തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ഏലിയൻ നമ്മളെയാണ് കണ്ടെത്തുന്നതെങ്കിലോ അവർ എന്തായാലും നമ്മളെക്കാളും പവർഫുൾ ആയിരിക്കും, നമ്മളെക്കാളും സൂപ്പർ ഇൻ്റലിജൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അവർ നമ്മളെ ഡോമിനേറ്റ് ചെയ്യും. നമ്മുടെ ന്യൂക്ലിയർ വെപ്പണുകൾക്ക് പോലും അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. തിങ്ക്.